ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രകൃതിയുടെ അത്ഭുതങ്ങളിലൊന്നായ കണ്ടൽക്കാടുകളെക്കുറിച്ചാണ്. ഹായ്, നമസ്കാരം. വെൽക്കം ടു ദ ബില്യൺ വോയ്സ്. സുഹൃത്തുക്കളെ, അറിവും വിവരങ്ങളും നിറഞ്ഞ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. തീരപ്രദേശങ്ങളുടെ കാവൽക്കാരായ ഈ വനങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. ഈ സുന്ദരമായ പ്രഭാതം പോലെ അവ എന്നും നിലനിൽക്കട്ടെ. കടലിനും കരയ്ക്കുമിടയിലുള്ള ഉപ്പുവെള്ള പ്രദേശങ്ങളിൽ വളരുന്ന പ്രത്യേകതരം വനങ്ങളാണ് കണ്ടൽക്കാടുകൾ. ഈ ആവാസ വ്യവസ്ഥ പ്രകൃതിയുടെ ഒരു വലിയ ശൃംഖലയാണ്. കരയും കടലും തമ്മിലുള്ള ഈ കൂടിച്ചേരൽ പ്രകൃതിയുടെ വലിയൊരു അത്ഭുതമാണ്. അവ തീരദേശങ്ങളെ സംരക്ഷിക്കുകയും നിരവധി ജീവജാലങ്ങൾക്ക് അഭയം നൽകുകയും ചെയ്യുന്നു. ഈ വനങ്ങൾ പ്രകൃതിയുടെ അത്ഭുതമാണ്. ഭൂമിയുടെ ശ്വാസകോശങ്ങളിലൊന്നായി ഇവയെ കരുതാം. പ്രകൃതിക്ക് ഇവ നൽകുന്ന സേവനം നിസ്തുലമാണ്. കണ്ടൽക്കാടുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവയുടെ വേരുകളാണ്. ശ്വസിക്കുന്ന വേരുകൾ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഈ വേരുകൾ മണ്ണൊലിപ്പിനെ ശക്തമായി പ്രതിരോധിക്കുന്നു. മണ്ണൊലിപ്പ് തടയാനും തീരപ്രദേശങ്ങളെ സംരക്ഷിക്കാനും ഇവ വലിയ പങ്ക് വഹിക്കുന്നു. കണ്ടൽക്കാടുകൾ ഉള്ളിടത്ത് തീരം സുരക്ഷിതമാണ്. ശക്തമായ തിരമാലകളെ ഈ വനങ്ങൾ ശാന്തമാക്കുന്നു. അവയുടെ ഊർജത്തെ ഈ വേരുകൾ ആഗിരണം ചെയ്യുന്നു. തീരദേശത്തെ ജനങ്ങൾക്ക് ഇവ വലിയ സുരക്ഷ നൽകുന്നു. പ്രകൃതിയുടെ ഒരു സ്വാഭാവിക ഭിത്തി പോലെയാണ് ഇവ പ്രവർത്തിക്കുന്നത്. നമ്മുടെ തീരങ്ങളെ അവ ഒരു കവചം പോലെ സംരക്ഷിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങളുടെ സമയത്തും കണ്ടൽക്കാടുകൾ മനുഷ്യർക്കൊരു കവചമാണ്. സുനാമി പോലെയുള്ള വലിയ പ്രകൃതിക്ഷോഭങ്ങളെപ്പോലും ഇവ ചെറുക്കുന്നു. ഇതൊരു പ്രകൃതിദത്തമായ കവചമാണ്. നമ്മുടെ ഭവനങ്ങളെയും കൃഷിയിടങ്ങളെയും ഇവ സംരക്ഷിക്കുന്നു. നിരവധി മത്സ്യങ്ങൾക്കും ഞണ്ടുകൾക്കും ചെമ്മീനുകൾക്കും പക്ഷികൾക്കും സുരക്ഷിത ആവാസ വ്യവസ്ഥയുമാണ് കണ്ടൽക്കാടുകൾ. ഇവിടെ ജീവജാലങ്ങൾ അതീവ സുരക്ഷിതരാണ്. ഈ വേരുകൾക്കിടയിൽ അവയ്ക്ക് ആഹാരവും സംരക്ഷണവും ലഭിക്കുന്നു. മത്സ്യങ്ങളുടെ പ്രജനന കേന്ദ്രം കൂടിയാണ് ഈ കാടുകൾ. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കണും അമർത്തൂ. പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഇത് സഹായിക്കുന്നു. ഓരോ ജീവിക്കും ഇവിടെ അതിൻ്റെതായ സ്ഥാനമുണ്ട്. കേരളത്തിലും കണ്ടൽക്കാടുകൾ സമൃദ്ധമായി കാണപ്പെടുന്നു. നമ്മുടെ നീണ്ട തീരപ്രദേശങ്ങളിൽ ഇവ വ്യാപിച്ചു കിടക്കുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇവയുടെ വലിയ ശേഖരമുണ്ട്. കേരളത്തിന്റെ പച്ചപ്പിൽ ഇവയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. നമ്മുടെ നാടിന്റെ പൈതൃകമാണ് ഈ കണ്ടൽ വനങ്ങൾ. നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇവയെ സംരക്ഷിക്കുക എന്നത്. എന്നാൽ നഗരവൽക്കരണവും മലിനീകരണവും കാരണം കണ്ടൽക്കാടുകൾ ഇന്ന് ഭീഷണി നേരിടുകയാണ്. കെട്ടിട നിർമ്മാണത്തിനായി ഇവ വ്യാപകമായി വെട്ടിനശിപ്പിക്കപ്പെടുന്നു. ഇത് നമ്മുടെ കാലാവസ്ഥയെ ദോഷകരമായി ബാധിക്കും. നാം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. പ്രകൃതിയെ സംരക്ഷിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഭാവിയും സുരക്ഷിതമാകൂ. പുതിയ തലമുറയ്ക്ക് ഇതിന്റെ പ്രാധാന്യം നാം പകർന്നു നൽകണം. നമ്മുടെ പ്രകൃതിയെ സ്നേഹിക്കാൻ അവരെ പഠിപ്പിക്കണം. നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. നമ്മുടെ വരും തലമുറയ്ക്കായി പ്രകൃതിയുടെ ഈ സമ്പത്ത് കാത്തു സൂക്ഷിക്കാം. നന്ദി. തീരങ്ങളെ കാക്കുന്ന പ്രകൃതിയുടെ ഈ അത്ഭുത സമ്മാനമായ കണ്ടൽക്കാടുകളെ നമുക്ക് ഒരുമിച്ച് സംരക്ഷിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത തവണ വീണ്ടും കാണാം. ദ ബില്യൺ വോയ്സ്.